to tell you on this very special day we're all so very happy to wish and to you say we gather here to tell you on this very special day we're all so very happy to wish and to you say welcome one and all of you to celebrate this wonderful day. We hope to entertain you, make you happy.
special day. I'm sure all of you will have had a wonderful summer vacation and enjoyed with your family and friends. And now you all are delighted, waiting for fun and frolic with your friends and waiting to make new friends too. Of course, there are a few who may feel reluctant after long holiday. But schooling is important. Schooling is surely important for your personal development, professional development, social and emotional development. We at Zee want you to realize your full potential, understand your strengths and address your weaknesses. The leaders of the school have made very meticulously a proper plan for our academics and activities. The teachers, the dedicated teachers and staff will implement everything that is being planned. And with the support of parents and the loving, beloved, obedient and cheerful children, our work becomes really easy. Now let me come to my assignment of welcoming you all today for this very special first day of school. എല്ലാ പാരന്റ്സിനോടും എനിക്ക് പറയാനുള്ളത്, you please be patiently hear one thing. Every child is unique. So what is the word meaning unique? ഓരോ കുട്ടിയും നമ്മുടെ കുട്ടി എന്ന് പറയുന്നത് അവൻ വ്യത്യസ്തനാണ്, അവൻ അവൻ്റെതായ കഴിവുകളുണ്ട്. ഒരിക്കലും never try to compare our child with the other child. നോക്കൂ, ലോകത്ത് ഓരോ വ്യക്തിയും ലൈക്ക് അവർ ഫിംഗർ പ്രിന്റ്, നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് പോലെ ഓരോ കുട്ടിയും കഴിവുകൾ വ്യത്യസ്തനാണ്. ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ കഴിവുകൾ ഉള്ളവരാണ് നമ്മുടെ മക്കൾ. നിങ്ങൾ കുട്ടികളും രക്ഷകർത്താക്കളും കേൾക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞു നിർത്താം. എനിക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ, ഇംഗ്ലീഷ് കവിതകളിൽ ഏറ്റവും എൻ്റെ ബിലവഡായിട്ടുള്ള ഒരു പോയമുണ്ട്. വില്യം ബ്ലേക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഒരു പ്രശസ്തനായിട്ടുള്ള കവി. അദ്ദേഹത്തിൻ്റെ ദ ലിറ്റിൽ ബ്ലാക്ക് ബോയ് എന്ന് പറയുന്ന കവിതയുണ്ട്. ആ കവിതയിൽ ഒരു ബ്ലാക്ക് ബോയ്, ബ്ലാക്ക് ബോയ് എന്ന് എല്ലാവർക്കും അറിയാം. അതായത് അമേരിക്ക അല്ലെങ്കിൽ ഇംഗ്ലണ്ട് രാജ്യങ്ങളിൽ എന്തായിരുന്നു, ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിനെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എനിവേ ആ കുട്ടി തന്നെ കുറിച്ച് പറയുന്ന വരി കവിതയിലൂടെ വില്യം ബ്ലാക്ക് ഇങ്ങനെ നിങ്ങളോട് പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക, എവരിവൺ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഐ ആം ബ്ലാക്ക്. ആ കുട്ടി പറയുന്നു, ഐ ആം ബ്ലാക്ക് but my soul is white. These black bodies and sunburned faces, nothing but a cloud like a shady glow. എന്താ അതിന്റെ അർത്ഥം അറിയാമോ നിങ്ങൾക്ക്? ആ കുട്ടി പറയുന്നതാണ്, എന്റെ ശരീരം കറുത്താണ്, പക്ഷെ എന്റെ സോൾ എന്ന് പറയുന്നത്, എന്റെ ആത്മാവ് എന്ന് പറയുന്നത് വൈറ്റാണ്. വൈറ്റ് എന്ന് പറഞ്ഞാൽ അത് വെളുത്തതാണ്, അത് നന്മയുള്ളതാണ്. നമ്മുടെ മക്കൾ നന്മയുള്ളവരായിരിക്കും. These black bodies and sunburned face, സൂര്യന്റെ കറുപ്പേറ്റ ഈ ശരീരം
ഒരിക്കലും ഏതുപോലെയാണ് നത്തിങ് ബട്ട് എ ക്ലൗഡ് ലൈക്ക് എ ഷെയ്ഡി ഗ്രോ. സൂര്യൻ എന്ന് പറയുന്ന മഹത്തായ പ്രകാശത്തെ മറയ്ക്കാൻ വേണ്ടി വൃഥ വെറുതെ ആര് ശ്രമിക്കുന്നു? ഒരു ആൽമരം ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മേഘം ശ്രമിക്കുന്നു. വിജയിക്കോ? സൂര്യന്റെ പ്രകാശത്തെ മറയ്ക്കാൻ ഒരു ആൽമരം വിചാരിച്ചാൽ പറ്റുമോ? മേഘം വിചാരിച്ചാൽ പറ്റുമോ? പറ്റത്തില്ല. നമുക്ക് എല്ലാ കുട്ടികൾക്കും കഴിവുകളുള്ളവരാണ്. ഓരോ കുട്ടിക്കും അവൻ്റെതായ കഴിവുകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ വെളുത്തവരാവാം, കറുത്തവരാവാം, പൊക്കമുള്ളവരാവാം. എന്ത് ചെയ്യുന്നു? പല പല കഴിവുകളുള്ള കുട്ടികളാണുള്ളത്. 1 മുതൽ 10 വരെ ഇരിക്കുന്ന ഓരോ കുട്ടിയുടെ രക്ഷകർത്താവോട് പറയുന്നു, നെവർ ട്രൈ ടു കമ്പയർ യുവർ ചിൽഡ്രൻ വിത്ത് അതേഴ്സ്. ഒരിക്കലും മറ്റൊരു കുട്ടിയെ പോലെ ആകാൻ ശ്രമിക്കുക എന്നുള്ളതല്ല. നമ്മുടെ മക്കൾ നമ്മുടെ മക്കളാണ്. യു ഷുഡ് ബി ദ ഗൈഡ്. നിങ്ങളായിരിക്കണം അവരുടെ വഴികാട്ടി. ഉമ്മമാരോടും അമ്മമാരോടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, മാറി വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഇരിക്കുന്ന ഓരോ പെൺകുട്ടിയുടെയും ഏറ്റവും നല്ല സുഹൃത്താരെന്ന് ചോദിച്ചാൽ അമ്മ അല്ലെങ്കിൽ ഉമ്മയായിരിക്കണം. കാരണം നിങ്ങളുടെ കുട്ടികൾ അവർക്കുണ്ടാകുന്ന ഓരോ ശരിയും തെറ്റും നിങ്ങളോട് പറയണം. അവരെ ശാസിച്ച് ഒരിക്കലും കുഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ പറയാത്തവരാക്കുകയല്ല, മറിച്ച് ഓരോ കുട്ടിയുടെയും തെറ്റുകൾ ശ്രദ്ധയോടെ കേൾക്കുന്ന മാതാവാകണം നിങ്ങൾ ഓരോരുത്തരും. കുട്ടികളോട് എപ്പോഴും സ്നേഹത്തോടുകൂടി സംവദിക്കുന്ന രക്ഷകർത്താക്കളാവണം. അവരുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കുന്ന രക്ഷകർത്താക്കളാകണം. ടീച്ചേഴ്സിനോട് പറയാനുള്ളത് ഓൾറെഡി ഞാൻ അവരോട് ഡിസ്കസ് ചെയ്തതാണ്. കുട്ടികളെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ് എന്നുള്ള ചിന്ത ഓരോ അധ്യാപകർക്കും ഉണ്ടാകണം. ഈ സ്കൂളിനെ സംബന്ധിച്ച് ഞാൻ ടീച്ചേഴ്സുമായി ഇന്ററാക്ട് ചെയ്തതാണ്. യു ആർ ലക്കി ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾ ടീച്ചേഴ്സ് എല്ലാവരും അത്തരത്തിലുള്ള ഒരു മൈൻഡുള്ളവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേടാൻ സാധിക്കാത്തത് നമ്മുടെ കുട്ടികൾ നേടണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം എവിടെയും എനിക്ക് തുറന്ന ആളുകളിൽ വിദ്യാഭ്യാസ പശ്ചാത്തലം അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന പശ്ചാത്തലം ഇതൊക്കെ ഒരുപാട് വ്യത്യാസമാണ്. കാരണം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് പലതും നേടിയെടുക്കാൻ സാധിക്കാത്തതാണ്. അതായത് പാഠ്യത്തിലായാലും അല്ലെങ്കിൽ ഭൗതിക ആവശ്യങ്ങളും ഒക്കെ തന്നെ പലതും സാധിക്കാത്തതാണ്. എന്നാൽ അത്ര കഷ്ടപ്പാടുണ്ടെങ്കിൽ ഇതിൽ കിട്ടുമെങ്കിലും നമ്മുടെ മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതുകൊണ്ട് എന്ത് വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ ഒരുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മളെല്ലാം വളരെ യജ്ഞത്തിലുള്ളവരാണ്. കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ പൊതുമാരെല്ലാം തന്നെ നമുക്ക് അതിയായ ശ്രദ്ധയും ഒക്കെ ഉണ്ട് തന്നെ. രക്ഷിതാക്കളെ അധ്യാപകരും ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി 1-2 കാര്യങ്ങളാണ് നമുക്ക് വൈകിട്ട് പോകുന്നത്. 1-2 കാര്യങ്ങൾ പറയാനുള്ള പ്രധാനമായിട്ട് രക്ഷിതാക്കളുണ്ട്. നമ്മുടെ കൊച്ചുമക്കൾ അവരിങ്ങനെ ആഘോഷത്തിലാണ്. അവരുടെ കയ്യിലുള്ള മണ്ണായിട്ടൊക്കെ പാർട്ടി ആഘോഷിക്കുന്ന അതുകൊണ്ട് ഇതിന്റെ രക്ഷിതാക്കളോട് മാത്രമേ പറയാറുള്ളൂ. പ്രധാനമായിട്ടും നമ്മുടെ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത് അവരെ നല്ലൊരു വായനക്കാരാക്കി മാറ്റുന്നില്ല. അവരുടെ സിലബസിൽ ഒഴിക്കുന്നതിന് അപ്പുറത്ത് നമ്മൾ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് അവർക്ക് വായിക്കാൻ കൊടുക്കണം. കാരണം വായനയാണ് മനുഷ്യ ചിന്തകളെല്ലാം തന്നെ മാറ്റി വരുന്നത്. നമുക്കറിയാം, നമ്മുടെ കുട്ടിക്കാലത്ത് നല്ല മഴക്കാലത്ത് ബാഗും തൂക്കി കുടയിൽ കൂടി നനഞ്ഞുകൊണ്ട് പോയാണ് ആ സ്കൂൾ
അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി, കാലം മാറി, കാലാവസ്ഥ മാറി, നമ്മളും മാറി. ഏതായാലും നമ്മുടെ ആ കാലത്തെ മാത്രമല്ല നന്മ എപ്പോഴും നന്മയുണ്ട്. എന്നാലും അക്കാലത്തെ നന്മയുടെ തളിരിട്ട കുളിർമയുള്ള ഒരുപാട് ഓർമ്മകളുമായി നിങ്ങൾക്ക് ഈ പ്രവേശനോത്സവത്തിന് എല്ലാ ആശംസകളും മനസ്സിലാക്കി. ഈ മക്കൾ ആദ്യമായിട്ടാണ് സ്കൂൾ സമാധാനം ഇവിടെ ഒരു വിദ്യാർത്ഥിയായിട്ടുണ്ട്. ഇത് ജീവിതത്തിലെ ഒരു വലിയ യാത്ര. ഈ യാത്ര അതിപവിത്രമാണ്. ഒരു പരിശുദ്ധ യാത്ര എന്നതിനെ പോലെ പറയാൻ സാധിക്കുന്നത്. ഈ യാത്ര ഇന്ന് തുടങ്ങി ഒരു 10-25 വയസ്സ് വരെ നീണ്ടത്. അപ്പോഴേക്കും എന്റെയും നിങ്ങളുടെയും മക്കൾ ആകാശാന്ത വളരും. വലിയവരായി യാതൊരു പൊതിയുമില്ലാത്ത ഒരൊറ്റ ഭൂമിയിലുണ്ടാവും. ആഗ്രഹം നിങ്ങൾക്കുണ്ട്. ആ ആഗ്രഹം സജ്ജീകരിക്കും. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. ഞങ്ങൾ സന്തോഷം സ്വീകരിക്കുന്നു. ഒരു ടീം ഓഫ് ടീച്ചേഴ്സ്, പ്രഗത്ഭരായ ടീച്ചേഴ്സിന്റെ ടീം, അത് നിയന്ത്രിക്കാൻ പറ്റുന്ന നല്ല കരങ്ങളാണ് ആളുകൾ വേണ്ടത്. We know that every school is opening today, and we know that the